അപ്പം ഇന്നൊരു കൊതിക്കഥയാണേ. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ വീട്ടിലെത്തിയപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ ഇത് റെഡി ആയിരിക്കുന്നു, കപ്പ ബിരിയാണി കഴിക്കാൻ പോവാന്ന്. ഓക്കെ, എന്നാ പോയാക്കെന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ ഇറങ്ങിയതേ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണേ. അപ്പം ഞങ്ങളുടെ അടുത്തൊരു അമ്പലത്തിലെ കാഴ്ചയാണ് ഈ കാണുന്നത്. അവിടെ ഉത്സവമായിരുന്നു. അവിടെ 3 ആനകളൊക്കെ ഉണ്ടായി. അതൊക്കെ കണ്ടതേ നമ്മളിങ്ങനെ കപ്പ ബിരിയാണി കഴിക്കാൻ കൊതിച്ച് പോയതാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണെങ്കിലോ ഇതേ കട അടച്ചിട്ടിരിക്കണു. കപ്പ ബിരിയാണി കഴിക്കാനുള്ള മോഹമൊക്കെ പോയി. പക്ഷേ എങ്കിലും അങ്ങനെ തിരിച്ചു പോകാൻ ഞങ്ങൾ ഉദ്ദേശിച്ചില്ല കേട്ടോ. ഞങ്ങൾ അവിടെ അടുത്ത് വേറൊരു കടയുണ്ടേ, അവിടെ പൊറോട്ടയും ബീഫും കഴിക്കാനായിട്ട് പോയി. ഇവിടുത്തെ ബീഫ് കറിക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതാണ് ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോയത്. നമ്മൾ അവിടെ എത്തിയപ്പോഴാണെങ്കിലോ കാലാവസ്ഥയൊക്കെ മാറി വരുമായിരുന്നു കേട്ടോ. നല്ല മഴക്കോളൊക്കെ വന്നിട്ട്, എങ്കിലും നമ്മൾ വിട്ടുകൊടുത്തില്ല, കഴിച്ചിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പൊറോട്ടയൊക്കെ വന്ന് ആ പൊറോട്ടയിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് ആ ബീഫിലൊക്കെ അങ്ങനെ മുക്കി പുറത്ത് ആ ഒരു ഇടിയും മിന്നലൊക്കെ ഉള്ളപ്പോൾ കഴിക്കാനായിട്ട് എൻ്റെ അമ്മ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഴിച്ച് വീട്ടിലേക്ക് ഒരു പാഴ്സലും വാങ്ങിയിട്ട് ഞങ്ങൾ വേഗം പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. കാരണം നല്ല മഴക്കാറ് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബൈക്കിൽ കയറി പോകുന്ന വഴിക്ക് ഇതാണ്ടേ മഴ, നല്ല വലിയ മഴയായിരുന്നു. നല്ല ഇടിയും മിന്നലുണ്ടായതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ വേറൊരു കടയിലൊക്കെ കയറി നിന്ന് മഴയൊക്കെ കുറഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിൽ നിന്നാണെങ്കിൽ വിളിച്ച് ചീത്ത പറയണ്ടേ. നമ്മൾ വീട്ടിൽ ചെന്നപ്പോഴോ അവിടെ വാതിക്കൽ നമ്മളെ കാത്തിരിക്കുന്ന ആൾക്കാരായിട്ട് ഈ കാണുന്നത്. അപ്പോൾ അവർക്ക് കൊണ്ട് ആ പൊതിയും കൊടുത്ത് അതൊക്കെ കഴിച്ചതേ മഴയും കണ്ട് നമ്മൾ അങ്ങനെ ഇരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം അത്രേ ഉള്ളൂ. അപ്പോൾ ചെയ്യാൻ ബൈ.